നമസ്കാരം. ആരോഗ്യ സംരക്ഷണത്തിൽ ദിനചര്യ പോലെ തുല്യ പ്രാധാന്യമുള്ള ഒന്നാണ് ഋതുചര്യ. അതായത് ഓരോ ഋതുക്കൾക്കും അനുസൃതമായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന വേനൽക്കാല ഋതുചര്യകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് സുലഭമായിട്ടുള്ള മല്ലി, മുത്തങ്ങ, നറുനീണ്ടി മുതലായവ ഉപയോഗിക്കാം. ഇനി ഈ വെള്ളം പലപ്പോഴും എല്ലാവരും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലും നല്ല മാർഗം നമുക്കതിൽ പ്രകൃതിദത്തമായ മാർഗങ്ങൾ, അതായത് കൂജ പോലെ അല്ലെങ്കിൽ മൺകലങ്ങളിലെല്ലാം ഒഴിച്ചു വെച്ച് തണുപ്പിച്ച് അതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. ഇനി നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ജ്യൂസുകൾ, കരിക്കിൻ വെള്ളം, മോരിൻ വെള്ളം മുതലായവയെല്ലാം നമുക്ക് പാനീയങ്ങളായിട്ട് ഉപയോഗിക്കാം. മറ്റ് പാനീയങ്ങൾ, അതായത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, കഫീൻ അടങ്ങിയ മറ്റ് പാനീയങ്ങൾ, അതായത് ചായ, കാപ്പി പോലെയുള്ള പാനീയങ്ങൾ, മദ്യം മുതലായവ കഴിവതും ഒഴിവാക്കുക. ആഹാരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഹാരം ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളതും ലൈറ്റായിട്ടുള്ള കഞ്ഞി പോലെ ജലാംശം കൂടുതലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുക. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉപയോഗിക്കുക. അമിതമായിട്ടുള്ള എരിവ്, ഉപ്പ്, പുളി, അതേപോലെ മസാല, മൈദ അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ, എണ്ണയിൽ വറുത്ത ആഹാരപദാർത്ഥം, അമിതമായ മാംസാഹാരത്തിൻ്റെ ഉപയോഗം ഇവയെല്ലാം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുക. ഇനി വ്യായാമത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ സമയത്ത് ലഘുവായിട്ടുള്ള വ്യായാമം ശീലിക്കുന്നതാണ് ഉചിതം. ഇതേപോലെ ഈ സമയത്ത് ധാരാളം വിയർക്കുന്നതുകൊണ്ട് 2 നേരം കുളിക്കാവുന്നതാണ്. ഇടയ്ക്കിടെ മുഖവും കണ്ണുമെല്ലാം തണുത്ത വെള്ളത്തിൽ കഴുകുക. അതേപോലെ ഘനം കുറഞ്ഞ നേർത്ത കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള വെയിലേൽക്കുന്നത് അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് വെയിലേൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്.